ഹായ്, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനി തീരുമാനിച്ച് അതിലെത്താനുള്ള വഴികളും ഫോർമുലാസും ടിപ്സും സ്റ്റോറീസുമാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുതിയൊരു ടിപ്സുമായി കടന്നു വരാം. ഒരു കാട്ടിൽ സിംഹം രാജാവായി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സിംഹവും കുട്ടികളും ഇര തേടി അലയുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇര തേടി അലഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സിംഹക്കുട്ടിയെ കാണാനില്ല. സിംഹക്കുട്ടി കൂട്ടം തെറ്റി അലഞ്ഞ് ഏതോ ഒരു ആട്ടിൻകൂട്ടത്തിൽ വളർത്തുന്ന കശാപ്പിന് വേണ്ടി വളർത്തുന്ന ഒരു ആട്ടിൻ കൂട്ടത്തിൽ എത്തിപ്പെട്ടിരുന്നു. സിംഹക്കുട്ടിയുടെ അതേ ഷേപ്പിലുള്ള ആകൃതിയുള്ള ചെമ്മരിയാടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ സുഭിക്ഷമായ ഭക്ഷണം കിട്ടിത്തുടങ്ങി. എല്ലാ ദിവസവും ഇഷ്ടം പോലെ ഭക്ഷണം. ഒരു 2-3 മാസത്തിന് ശേഷം കശാപ്പ് ശാലയിലോട്ട് കൊണ്ടുപോകാനുള്ള മൃഗങ്ങളായിരുന്നു. കൂട്ടത്തിൽ ഈ സിംഹക്കുട്ടിയെയും കൊണ്ടുപോകും, സ്വാഭാവികമാണ്. വളരെയധികം എണ്ണമുണ്ട് ഈ ചെമ്മരിയാടിൻ കുട്ടികൾ. ഏതായാലും സുഭിക്ഷമായ ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ സിംഹക്കുട്ടിക്ക് അറിയില്ല താൻ സിംഹക്കുട്ടിയാണ് എന്ന് അറിയില്ലായിരുന്നു. അവൻ ഈ ചെമ്മരിയാടുകളെ ഷേപ്പിലായതുകൊണ്ട് അവൻ ചെമ്മരിയാടുകളാണ് എന്ന് ധരിച്ചു. അങ്ങനെ ഈ സിംഹത്തിന്റെ മാതാവ് കാട്ടിൽ തിരച്ചിൽ ആരംഭിച്ചു. തൻ്റെ കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ അവര് ഒരു ദിവസം അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഈ ചെമ്മരിയാടുകളെ മേയ്ക്കുന്ന ഈ തമ്പിനടുത്തെത്തി. അങ്ങനെ തൻ്റെ കുട്ടിയെ കണ്ടുപിടിച്ചു. പക്ഷേ കുട്ടി തൻ്റെ ഒപ്പം പോരാൻ റെഡിയാക്കിയില്ല. കുട്ടിക്കറിയില്ല താൻ സിംഹമാണ് എന്ന്. അങ്ങനെ ഈ അമ്മ കിടഞ്ഞ് പരിശ്രമിച്ച് നീ ഒന്ന് ശബ്ദമുണ്ടാക്കി, നിന്റെ ശബ്ദം നോക്കാലോ എന്ന് പറഞ്ഞിട്ടും ശബ്ദമുണ്ടാക്കിയില്ല. അങ്ങനെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ശബ്ദമുണ്ടാക്കി. അപ്പോൾ ഇത് സിംഹത്തിന്റെ ശബ്ദമായിരുന്നു. അപ്പോൾ സിംഹക്കുട്ടിക്ക് മനസ്സിലായി ഞാനൊരു സിംഹ ആണ് എന്ന് മനസ്സിലായി, സിംഹവിഭാഗത്തിലാണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ മാതാവ് സിംഹത്തിനൊപ്പം കുട്ടി പോയി. അങ്ങനെ നല്ലൊരു കാട്ടിൽ ജീവിതം നയിച്ച് കാട്ടിലെ രാജവംശത്തിൽ ജീവിച്ചു. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം, നമ്മുടെ സെൽഫ് പവർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിടത്തും എത്തിച്ചേരാൻ സാധിക്കില്ല. വി ഷുഡ് ഐഡന്റിഫൈ അവർ സെൽഫ് പവർ, ദെൻ ഓൺലി വി ക്യാൻ സക്സീഡ് ഇൻ ലൈഫ്. ഇത്തരം ടിപ്സ് ആൻഡ് മോട്ടിവേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ വരുന്നതിന് താങ്ക്സ് ഓൾ.